പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവിനാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയ്ക്കും ഇസ്രയേലിനും മേൽ തങ്ങൾ ചരിത്രപരമായി വിജയം നേടിയെന്ന ഇറാന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് കഴിഞ്ഞ 40 ദിവസമായി മേഖലയിൽ തുടരുന്ന അതിശക്തമായ യുദ്ധത്തിന്റെ ഗതിമാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. വാഷിംഗ്ടൺ തങ്ങളുടെ 10 നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുവെന്ന ഇറാന്റെ അവകാശവാദം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ നിർദ്ദേശങ്ങളിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് വെടിനിർത്തൽ മാത്രമല്ല, മറിച്ച് വർഷങ്ങളായി ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തളർത്തിയിരുന്ന ഉപരോധങ്ങൾ നീക്കം ചെയ്യുക, മേഖലയിൽ നിന്നുള്ള വിദേശ സൈനികരുടെ പിന്മാറ്റം തുടങ്ങിയ അതീവ ഗൗരവകരമായ ആവശ്യങ്ങൾ കൂടിയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായ അപ്രതീക്ഷിതമായ പിന്മാറ്റവും 2 ആഴ്ചത്തേക്ക് ആക്രമണങ്ങൾ നിർത്തിവെക്കാനുള്ള തീരുമാനവും ഇറാന്റെ വാദങ്ങൾക്ക് ബലം നൽകുന്നു. പശ്ചിമേഷ്യയിലെ സൈനിക നടപടികളിൽ നിന്ന് അമേരിക്ക താൽക്കാലികമായെങ്കിലും പിന്നോട്ടു പോകുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ഇറാന്റെ സൈനിക കരുത്തിനെയും തന്ത്രപരമായ നീക്കങ്ങളെയും പ്രതിരോധിക്കാൻ വൻ ശക്തികൾക്ക് പോലും പരിമിതികൾ ഉണ്ടെന്ന സന്ദേശമാണ് ഈ സാഹചര്യം നൽകുന്നത്. യുദ്ധം അവസാനിച്ചുവെന്ന് പറയാറായിട്ടില്ലെങ്കിലും നിലവിലെ വെടിനിർത്തൽ പ്രഖ്യാപനം ഇറാന്റെ നയതന്ത്ര വിജയമായും അമേരിക്ക ഇസ്രയേൽ സഖ്യത്തിന്റെ തന്ത്രപരമായ പരാജയമായും പല നിരീക്ഷകരും വിലയിരുത്തുന്നു. ഈ കരാറിന്റെ അന്തിമ രൂപം നിശ്ചയിക്കുന്നതിനായി പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ ലോകം അതീവ ജാഗ്രതയോടെയാണ് ഉറ്റുനോക്കുന്നത്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ യുദ്ധം വീണ്ടും കടുക്കുമെന്ന മുന്നറിയിപ്പ് ഇറാൻ നൽകുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കൈവശമാണെന്നത് ആഗോള ഊർജ്ജ വിപണിയെയും സാമ്പത്തിക സുരക്ഷയെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയാണ്. എണ്ണ വിതരണത്തിന്റെ സുപ്രധാന പാതയായ ഇവിടം തടസ്സപ്പെട്ടാൽ ഇത് ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ ചർച്ചകളിൽ എത്രത്തോളം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമെന്നത് പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. ഇറാനിലെ തെരുവുകളിൽ ജനങ്ങൾ ഈ വിജയത്തെ ആഘോഷമാക്കുന്നത് ഭരണകൂടത്തിന് വലിയൊരു രാഷ്ട്രീയ ഊർജ്ജമാണ് നൽകുന്നത്. 40 ദിവസത്തെ പോരാട്ടത്തിനൊടുവിൽ തങ്ങളുടെ രാജ്യം പതറാതെ നിന്നു എന്ന ബോധം ജനങ്ങൾക്കിടയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതേസമയം പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളും ഈ നീക്കങ്ങളെ ആശങ്കയോടെയും പ്രതീക്ഷയോടെയുമാണ് നോക്കിക്കാണുന്നത്. സമാധാനത്തിനായുള്ള ഈ ചർച്ചകൾ വിജയിച്ചാൽ അത് മേഖലയിലെ അസ്ഥിരതയ്ക്ക് അറുതി വരുത്താൻ സഹായിക്കും. എങ്കിലും വൻ ശക്തികൾ തമ്മിലുള്ള ഈ തന്ത്രപരമായ പോരാട്ടം ഏത് നിമിഷവും മാറിമറിയാവുന്ന ഒന്നാണെന്ന യാഥാർത്ഥ്യം അവശേഷിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇസ്ലാമാബാദിൽ നിന്നുള്ള വാർത്തകൾക്കായിരിക്കും ലോകം കാതോർക്കുന്നത്.